ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഗിഗാബൈറ്റിൻ്റെ റേഡിയോൺ 560 എന്ന ഒരു ഗ്രാഫിക് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു ഗ്രാഫിക് കാർഡ് നമുക്കൊരു 7350 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഒരു ബഡ്ജറ്റ് ഗ്രാഫിക് കാർഡാണ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ 1050യുടെയും 1030യുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഗ്രാഫിക് കാർഡാണെന്ന് പറയാം. 1030നായിട്ട് എത്ര ബെറ്ററാണ്. പിന്നെ ഇതിനെ പറ്റി പറയുന്നത് 4GB 128 ബിറ്റാണ് ഗ്രാഫിക് കാർഡ് വരുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഒരു നല്ലൊരു ഗ്രാഫിക് കാർഡ് തന്നെയാണ്. ഇത് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇടാൻ പോകുന്നത് നമ്മൾ കുറച്ച് മുന്നായിട്ട് ഒരു PC ബിൽഡ് ചെയ്തിരുന്നു. അതിലാണ് ഈ ഒരു ഗ്രാഫിക് കാർഡ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനും അൺബോക്സിങ്ങും എല്ലാമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഗാബൈറ്റ് റേഡിയോൺ RX 560 ഗ്രാഫിക് കാർഡ്. ഓക്കെ, അപ്പോൾ ഇത് ഗിഗാബൈറ്റ് എന്നൊരു ബ്രാൻഡാണ് ആ ഒരു ഗ്രാഫിക് കാർഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ചിപ്പ് വരുന്നത് റേഡിയോൺ ആണ്, റേഡിയോൺ RX 560. അപ്പോൾ അതൊരു സിംഗിൾ ഫാൻ മോഡൽ ഗ്രാഫിക് കാർഡാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് 4GB വേരിയൻ്റ് ആണ് ഗ്രാഫിക് കാർഡ്. പിന്നെ അതിലുള്ള ഡിസ്പ്ലേ പോർട്ട്, HDMI പോർട്ട് എല്ലാമാണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതാണ് അപ്പോൾ നമ്മുടെ ഗ്രാഫിക് കാർഡ്. അപ്പോൾ ഗ്രാഫിക് കാർഡ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാഫിക് കാർഡിനെ ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു ആൻറ്റി സ്റ്റാറ്റിക് ബാഗിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മിക്ക കമ്പ്യൂട്ടർ പാർട്സും അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കിട്ടിയിരുന്നത് ഒരു ഡ്രൈവർ CD ആയിരുന്നു. പിന്നെ ഒരു ക്വിക്ക് ഗൈഡും കാര്യങ്ങളും, പിന്നെ ഒരു ഡ്രൈവർ CD ആയിരുന്നു. കാരണം ഗ്രാഫിക് കാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഡ്രൈവർ വേണം. ഓക്കെ, അപ്പോൾ ഗിഗാബൈറ്റിൻ്റെ ആയിട്ടുള്ള ഒരു ഡ്രൈവർ CD കിട്ടിയിരുന്നു. പിന്നെ ഒരു ക്വിക്ക് ഗൈഡും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബോക്സിൽ ഉണ്ടായിരുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഗ്രാഫിക് കാർഡ് തന്നെ ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫിക് കാർഡ് നമുക്കൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഇതിൽ ബാക്ക് പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ബോർഡ് കാണുന്നുണ്ട് നമുക്ക്. എന്തായാലും അപ്പോൾ ഇതൊരു 90mm ഫാനിലാണ് നമ്മുടെ ഗ്രാഫിക് കാർഡ് വരുന്നത്, കൂളിംഗ് ഫാൻ. ഓക്കെ, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോർട്സ് ഒന്ന് ഡിസ്പ്ലേ പോർട്ട്, ഒന്ന് HDMI പോർട്ട്, ഒന്ന് DVI പോർട്ട്. ഇത്രയും 3 പോർട്സാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന പോർട്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രാഫിക് കാർഡ് നമ്മുടെ കേസിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ കേസിൻ്റെ ആ ഒരു സൈഡ് പാനലൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ PCI സ്ലോട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് കാണാം ആ ഒരു PCI സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫിക് കാർഡ് നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം.
അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നായിട്ട് സൈഡിൽ നമ്മുടെ കേസിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു മൗണ്ട് ഒരു സംഭവം ഉണ്ടാവും. അത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗ്രാഫിക് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്രാഫിക് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ RX 560 ഗ്രാഫിക് കാർഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എക്സ്ട്രാ പവറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇത് PCI സ്ലോട്ടിൽ നിന്ന് തന്നെ പവർ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഇനി PSUവിൽ പവർ സപ്ലൈൻ്റെ ഒരു വയറൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന ക്യാപ്സൊക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. GPU വളരെ സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. നമ്മുടെ റാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പവർ ഒന്ന് പുഷ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ GPU അവിടെ ലോക്കായി നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ GPU ലോക്കായി നിന്നിട്ടുണ്ട്. ഇനി കുറച്ച് സ്ക്രൂസ് എടുത്ത് ഇതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റിൽ നമ്മൾ സ്ക്രൂ ചെയ്യാം. ഓക്കെ, ഈ മാത്രമേ GPU അവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. നമുക്കതൊന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അഥവാ പവർ ഉണ്ടെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ പവർ കേബിൾ എടുത്ത് ഇതിൽ കണക്ട് ചെയ്താൽ മതി. വലിയ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.